സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംഭവം നടക്കുന്നത് 2024 ഒക്ടോബർ 20 വൈകുന്നേരം 7 മണിയോടുകൂടി തിരുപ്പത്തൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. വിളിച്ചയാൾ പറഞ്ഞത് കേട്ട് പോലീസുകാർ വരെ ഞെട്ടിപ്പോയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ ഒരു കൊലപാതകം ചെയ്തിരിക്കുന്നു, ഇവിടെ തന്നെയുണ്ട് മൃതദേഹം, ഞാനും അതിനടുത്ത് തന്നെയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ കൊലയാളി തന്നെയാണ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ഇത് കേട്ട പോലീസുകാർ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ മേലുദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു. അങ്ങനെ നിമിഷ നേരങ്ങൾക്കുള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവ സ്ഥലത്തേക്ക് പോലീസ് കുതിച്ചു എന്നുള്ളതാണ്. അവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു റൂമിൽ ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ട് കിടക്കുന്നു, രക്തം തളം കെട്ടി കിടപ്പുണ്ട്. അതുപോലെ തന്നെ വാക്കത്തിയും പിടിച്ച് ഒരാൾ, ഈ മുരുകൻ എന്ന് പറയുന്ന ഈ വിളിച്ചയാൾ അവിടെ നിൽക്കുന്നുണ്ട്. അയാളുടെ ഈ ഫാമാണെന്ന് തോന്നുന്നു, അതായത് ഒരു കോഴി ഫാമാണ്, അതിനടുത്ത് തന്നെയാണ് മൃതദേഹം കിടക്കുന്നത്. പിന്നെ കുറച്ച് മാറിയിട്ട് ഭാര്യയുണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, പിന്നെ മകളുണ്ട്, 15 വയസ്സോളം പ്രായമുള്ളൊരു മകനും, പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു യുവാവും ഉണ്ട്, ഒരു 20-22 വയസ്സ് തോന്നിക്കുന്ന ഒരു യുവാവും. ഏതായാലും പോലീസ് അവിടെ എത്തിയിട്ട് മൃതദേഹം കണ്ടു. അതിനുശേഷം ചോദിച്ചു, ആരാണ് ഇത് ചെയ്തത് എന്ന് ചോദിച്ചപ്പോഴേ ഈ മുരുകൻ പറഞ്ഞു, സാർ ഞാനാണ് ചെയ്തത്, ഇതെൻ്റെ ജോലിക്കാരൻ മണികണ്ഠനാണ്, 30 വയസ്സ് പ്രായമുണ്ട്, 2 വർഷമായി ഇവിടെ വന്നിട്ട് എന്ന് പറയുകയും ചെയ്തു. ഏതായാലും പോലീസിൻ്റെ അന്വേഷണത്തിന് മനസ്സിലായി, ഇത് മുരുകൻ മാത്രമല്ല ചെയ്തിരിക്കുന്നത്, മുരുകനെ സഹായിച്ചിട്ടുണ്ട്. ഒന്നുകിൽ ഭാര്യയാകാം, ഇല്ലെങ്കിൽ മകനാകാം, ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സഹോദരിയുടെ മകൻ എന്ന് പരിചയപ്പെടുത്തിയ ഒരു 22-കാരനുള്ള അവനാകാം. ഏതായാലും ഈ പിന്നെ മുരുകനോട് പറഞ്ഞു, സത്യം പറയണം, ഇത് ആരൊക്കെയാണ് ചെയ്തത്? അപ്പോൾ തന്നെ മുരുകൻ പറഞ്ഞു, ഇല്ല സാറാണ് എന്ന് പറയുകയും, അപ്പോൾ പോലീസ് പറഞ്ഞു, നിന്റെ ഭാര്യയും കൂടി ഇല്ലേ, നിന്റെ ഭാര്യയും ഞങ്ങൾ അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞപ്പോഴേ ഈ 15 വയസ്സായ ചെറുക്കൻ ഓടി വന്നിട്ട് പറഞ്ഞു, സാറേ രക്ഷിക്കണം, ഈ പിന്നെ അമ്മ ഒന്നും ചെയ്തിട്ടില്ല, ഇത് ചെയ്തത് ഞാനും അച്ഛനും അതുപോലെ ചേട്ടനും കൂടിയാണ് എന്ന് പറയുകയും ചെയ്തു. അതായത് ഒരു കൊലപാതകം ചെയ്തു, അതിൽ നിന്നും മകനെയും മരുമകനെയും രക്ഷിക്കാൻ മുരുകൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പോലീസിന് മനസ്സിലായി. ഏതായാലും 3 പേരെയും അറസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണികണ്ഠൻ്റെ മൃതദേഹം ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയതിന് ശേഷം എന്ന് പറഞ്ഞാൽ നേരെ ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ 3 പേരെയും അറസ്റ്റ് ചെയ്യുന്നു. അവിടെയുള്ള നാട്ടുകാരൊക്കെ വളരെ സങ്കടത്തോടു കൂടി നോക്കി നിൽക്കുകയാണ്. കാരണം ഈ മുരുകൻ എന്ന് പറയുന്ന കർഷകൻ, കോഴി ബിസിനസ്സാണ്, 2ഓളം കോഴി ഫാമുകളുണ്ട്. അതുപോലെ തന്നെ ചില ആൾക്കാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ജോലിക്ക് വരാറുണ്ട്. ഈ മണികണ്ഠൻ എന്ന് പറയുന്ന വ്യക്തി 2 വർഷം മുമ്പാണ് ഇവിടെ ജോലിക്ക് വന്നത്. പിന്നീട് മണികണ്ഠൻ ഇവിടെ ഒരു അംഗം തന്നെയായിരുന്നു എന്ന് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ മണികണ്ഠൻ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ സുപരിചിതനാണ്. ഈ കോഴിയുടെ കാര്യങ്ങളും കോഴിയുടെ കണക്കും കോഴിയെ കൊണ്ടു കൊടുക്കുന്നതും ഒക്കെ എന്ന് പറഞ്ഞാൽ മണികണ്ഠനാണ്. അത്രത്തോളം വിശ്വസ്തനായ തൻ്റെ തൊഴിലാളിയെ എന്തിനാണ് മുരുകൻ കൊലപ്പെടുത്തിയത്? ഏതായാലും പോലീസുകാർ മുരുകനെ ചോദ്യം ചെയ്തു, എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന്. അപ്പോഴാണ് മുരുകൻ എല്ലാ കാര്യങ്ങളും പറയുന്നത്. അതായത് മുരുകന് ഭാര്യയും 2 മക്കളുമാണ്. മൂത്തത് പെൺകുട്ടിയാണ്, 19 വയസ്സുണ്ട്, പക്ഷേ മാനസിക വെല്ലുവിളി നേരിടുന്നൊരു കുട്ടിയാണ്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ 8 വയസ്സിൻ്റെ പക്വത മാത്രമേ ഉള്ളൂ. സംസാരിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ മറ്റുള്ള വരതും അറിയില്ല. എപ്പോഴെന്ന് പറഞ്ഞിങ്ങനെ ചിലപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കും, ചിലപ്പോഴെന്ന് പറഞ്ഞാൽ വികൃതമായ ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ മുരുകനായാലും ഭാര്യയായാലും എന്ന് പറഞ്ഞാൽ ഈ 19 വയസ്സുകാരിയെ പൊന്നുപോലെയാണ് നോക്കുന്നത്. കാരണം മുരുകൻ പറഞ്ഞു, ഇവള് വന്നതിന് ശേഷമാണ് എനിക്ക് ഇത്രയും വരുമാനങ്ങളൊക്കെ ഉണ്ടായതും ഈ പിന്നെ കാറ് വാങ്ങിച്ചതും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മുരുകനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് തൻ്റെ മകളെ. അങ്ങനെ ഒറ്റക്കാക്കിയിട്ട് പോകുന്നതോ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോഴേ ഒരു ബാധ്യതയായിട്ട് തോന്നുന്നതോ അങ്ങനെ ഒന്നുമില്ല. പിന്നെ 15 വയസ്സുകാരനായ മകനും അവിടെ അടുത്ത് തന്നെയുള്ള സ്കൂളിൽ പഠിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് കോഴി ഫാമിൽ ഒരാൾ ജോലി ചോദിച്ചെത്തുന്നത്. അതുവരെ സ്ഥിരമായിട്ട് പണിക്കാറോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാ പണികളും ചെയ്യുന്നത് മുരുകനും ഭാര്യയും തന്നെയാണ്. മണികണ്ഠൻ എന്ന് പറയുന്ന 28 വയസ്സുകാരനാണ് ജോലി ചോദിച്ച് ഇവിടെ എത്തിയിരിക്കുന്നത്. ഏതായാലും ഈ മുരുകനെ കണ്ടപ്പോൾ തന്നെ മണികണ്ഠൻ പറഞ്ഞു, 2 ദിവസമായി ആഹാരം കഴിച്ചിട്ട് എൻ്റെ നാട് കൃഷ്ണഗിരിയിലാണ്, എനിക്ക് അച്ഛനുമില്ല അമ്മയുമില്ല സ്വത്തുമില്ല ഒന്നുമില്ല, ഞാനൊരു അനാഥനാണ് എന്നൊക്കെ പറഞ്ഞ് ഈ മുരുകനാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരാളെ വേണം. ഏതായാലും എന്ന് പറഞ്ഞാൽ മണികണ്ഠനോട് പറഞ്ഞൊരു കാര്യം ചെയ്യാൻ, നിനക്ക് ഞാൻ ജോലി തരാം എന്ന് പറഞ്ഞു. അങ്ങനെ താമസിക്കാൻ വേണ്ടിയിട്ട് അതിനടുത്ത് തന്നെയുള്ളൊരു ഷെഡ് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അവിടെ മണികണ്ഠൻ താമസിക്കുന്നു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുരുകനും ഭാര്യയും മക്കളും താമസിക്കുന്നു. 3 നേരവും ആഹാരം ഇവിടെ നിന്നും കഴിച്ചാൽ മതി എന്നാണ് ഈ മുരുകൻ പറഞ്ഞത്. ഏതായാലും അങ്ങനെ രാവിലെയും വൈകുന്നേരവും ഒക്കെ ഭക്ഷണം കഴിക്കും. പിന്നെ എന്ന് പറഞ്ഞാൽ നല്ല ജോലിയാണ്. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുരുകൻ അധികം കഷ്ടപ്പാടൊന്നുമില്ല. ഭാര്യയാണെങ്കിൽ ഇപ്പം ഫാമിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ മണികണ്ഠൻ നോക്കും. അതുപോലെ ആവശ്യമുള്ള കോഴികളെ കൊണ്ട് മാർക്കറ്റിൽ കൊടുക്കും. പിന്നെ എന്ന് പറഞ്ഞാൽ മുട്ടകളെല്ലാം സൂക്ഷിച്ചു വെക്കും. ഇങ്ങനെ എല്ലാ കാര്യത്തിലും എന്ന് പറഞ്ഞാൽ മണികണ്ഠൻ അവിടെ സൂപ്പറായിരുന്നു. അതായത് മണികണ്ഠനെ കൊണ്ട് ഒരു ഉപദ്രവവുമില്ല, ഉപകാരമല്ലാതെ. അത് ശമ്പളങ്ങളൊക്കെ എന്ന്
പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കുമ്പോഴൊക്കെ മണികണ്ഠൻ പറയും എനിക്ക് കുറച്ച് പൈസ മതി, ബാക്കിയൊക്കെ അവിടെ വെച്ചോളൂ, ഞാൻ പിന്നീട് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് ശമ്പളം പോലും വാങ്ങിക്കാറില്ല. ഏതായാലും നാട്ടുകാർക്കൊക്കെ വലിയ കാര്യമാണ് ഈ മണികണ്ഠനെ. കാരണം എന്താണെന്ന് വെച്ചാൽ മണികണ്ഠൻ എല്ലാവരോടും സൗമ്യതയോട് കൂടിയിട്ടാണ് പെരുമാറുന്നത്. മുരുകനോട് പറഞ്ഞു നിന്റെ ഭാഗ്യമാണ്, മുരുകൻ പറഞ്ഞു എനിക്ക് ജനിക്കാതെ പോയ അനുജനാണ് എന്നൊക്കെയാണ് മുരുകൻ പറയുന്നത്. അത്രത്തോളം ഇഷ്ടമായിരുന്നു ഈ മണികണ്ഠനെ എന്നുള്ളതാണ്. പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരങ്ങനെ ഈ ഒരു പെൺകുട്ടി ഉള്ളത് കൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷനോ കാര്യത്തിനോ ഒന്നും പോകാറില്ല. ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ തന്നെ മുരുകൻ പോകും, അതുപോലെ തന്നെ മകൻ പോകും എന്നല്ലാതെ ഭാര്യ എവിടെയും പോകാറില്ല എന്നുള്ളതാണ്. കാരണം ഈ കുട്ടിയെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടത്തില്ല, ഇല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമാക്കും എന്നുള്ളത് ഭയന്നുകൊണ്ട് തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 വയസ്സിൻ്റെ ബുദ്ധിയേ ഉള്ളൂ എങ്കിലും ഇപ്പോഴും എന്ന് പറഞ്ഞാൽ 19 വയസ്സോളം പ്രായമുണ്ട്, അതിനുള്ള ശക്തിയുമുണ്ട് എന്നുള്ളതാണ്. ഏതായാലും അതുകൊണ്ട് തന്നെയാണ് ഈ പെൺകുട്ടിയെ കൂട്ടിയിട്ട് അവരെവിടെയും പോകാത്തത്. അങ്ങനെ ഇരിക്കെയാണ് മുരുകൻ്റെ അടുത്ത ബന്ധുവിൻ്റെ കല്യാണം വരുന്നത്. അതായത് ഇവർ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും ഏകദേശം 60 കിലോമീറ്റർ അകലെയാണ് കല്യാണം. വിളിച്ചയാൾ പറഞ്ഞത് ഇതാണ്, മകളെയും കൂട്ടണം നിർബന്ധമാണ്. കാരണം എന്താ വെച്ചാൽ ഈ മകൾ അവിടെ വരുന്നത് കൊണ്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതുമാത്രവുമല്ല നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരാളിൽ ദുഃഖമുണ്ട്, പക്ഷേ അവൾ ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ പങ്കെടുപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് അയാൾ കുറച്ച് ശാസന രൂപേണ മുരുകനോട് പറഞ്ഞു നിങ്ങൾ തീർച്ചയായിട്ടും വരണമെന്ന് പറഞ്ഞു. പക്ഷേ മുരുകൻ അതൊരിക്കലും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. മുരുകനും ഭാര്യയും പറഞ്ഞു ഒരിക്കലും നമുക്ക് കൊണ്ടുപോകേണ്ട, കാരണം നമുക്കും അതുപോലെ തന്നെ ഈ വിളിച്ചയാൾക്കും അവരവരുടെ മാന്യത കൊണ്ട് വിളിച്ചു. ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാവർക്കും നമ്മുടെ മകൾ ഒരു ശല്യമായി മാറും. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരുപാട് വിഷമം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മുരുകനും മകനും മാത്രം കല്യാണത്തിന് പോകാം എന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ തീരുമാനിക്കുമ്പോഴാണ് മണികണ്ഠൻ പറഞ്ഞു വന്നൊരു കാര്യം പറയുന്നത്. അപ്പോഴേക്കും പറഞ്ഞാൽ 2 വർഷം കഴിഞ്ഞു. അതായത് 2024 ഒക്ടോബർ 20 കല്യാണം. അപ്പോൾ 2 വർഷം കഴിഞ്ഞു. അങ്ങനെയാണ് മണികണ്ഠൻ പറയുന്നത് എന്താണ് ഞാനില്ലേ ഇവിടെ, നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളൂ, പിന്നെ മകളെ ഞാൻ നോക്കാം, എൻ്റെ സഹോദരിയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഈ മണികണ്ഠൻ ഒരു സെൻറ്റിമെൻറ്റ്സ്. അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ വിചാരിച്ചു ശരിയാണ്, 2 വർഷമായിട്ട് തൻ്റെ മകളെ ഒരു നോട്ടം കൊണ്ടുപോലും ഒന്നും ചെയ്യാത്തവനാണ്. അതുമാത്രവുമല്ല വളരെ ഭംഗിയായിട്ട് എന്ത് കാര്യത്തിനും എന്താവശ്യത്തിനും ഓടിയെത്തുന്ന തൻ്റെ അനുജൻ തന്നെയാണ് എന്നുള്ള ഒരിതായിരുന്നു ഈ കുട്ടിയുടെ അമ്മയ്ക്ക്. അങ്ങനെ ഇവരെല്ലാവരും 3 പേരും പോകാൻ തീരുമാനിച്ചു. 2024 ഒക്ടോബർ 20 രാവിലെ 5 മണിയോടുകൂടി ഇവർ 3 പേരും പുറപ്പെടുകയാണ്. പുറപ്പെടുമ്പോൾ മണികണ്ഠൻ്റെ കൈപിടിച്ചിട്ട് പറഞ്ഞു എൻ്റെ മകളെ നോക്കണേടാ, കാരണം നീ എൻ്റെ ഒരു അനുജനാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് മുരുകൻ പോകുന്നത്. അങ്ങനെ മുരുകനും ഇവരെല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഇവൻ്റെ ആ ഒരു യഥാർത്ഥ രൂപം ഇവൻ പുറത്തെടുക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ആ പെൺകുട്ടിയെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുകയായിരുന്നു. അങ്ങനെ പീഡിപ്പിച്ചതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇവർ റൂമിലേക്ക് വന്നു. ആ പെൺകുട്ടിക്കൊന്നും മനസ്സിലായില്ല. അതാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൂവിക്കൊണ്ടും അതുപോലെ പലതരത്തിലുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നു. പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 11 മണിയോടുകൂടി വീണ്ടും പോകുന്നു. വീണ്ടും ഇവൻ ഇത് ആവർത്തിക്കുകയാണ്. അപ്പോഴും ആ പെൺകുട്ടിക്കൊന്നും മനസ്സിലാകുന്നില്ല. അത് വേദന കൊണ്ട് കരയുന്നുണ്ട്, പൊളയുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് 4 മണിയോട് കൂടിയിട്ട് ഈ മൃഗം വീണ്ടും പോവുകയാണ്. അങ്ങനെ ഇരിക്കെ 5 മണി 5:30 മണിയായപ്പോൾ ഇവന് മനസ്സിലായി ഇനിയിപ്പോൾ അവർ വരും, ഏതായാലും ഡ്രസ്സൊക്കെ ഇടിക്കാമെന്ന് കരുതിയിട്ട് രാവിലെ ഇട്ട ഡ്രസ്സ് തന്നെ ഈ പെൺകുട്ടിയെ ഇടിപ്പിക്കുകയാണ്. ഇടിപ്പിച്ച് അവിടെ നിർത്തിയിട്ട് പിന്നീട് ടിവിയും ഓണാക്കിയിട്ട് ഇയാൾ നേരെ റൂമിലേക്ക് വന്നു. അങ്ങനെ 6:30 മണിയോട് കൂടിയിട്ടാണ് ഈ മുരുകനും അതുപോലെ ഭാര്യയും ഇവരെല്ലാവരും വരുന്നത്. വന്ന് വാതിൽ തുറന്ന് അകത്ത് കയറിയ ഇവർ ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ മകളെ ഇതുവരെ ഇങ്ങനെയൊരു കോലത്തിൽ ഞങ്ങൾ കണ്ടിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ സ്വയം ഡ്രസ്സുകളെല്ലാം കീറി എറിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ഡ്രസ്സ് പോലും ശരീരത്തിലില്ല. പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ അമ്മ പോയിട്ട് ഒരു ഡ്രസ്സ് ഇട്ട് ഇടിപ്പിക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴും ഇതിങ്ങനെ കീറി എറിയുകയാണ്. ഇവർക്കാർക്കും ഒന്നും മനസ്സിലായില്ല എന്താണ് ഇവിടെ സംഭവിച്ചതെന്നൊന്നും മനസ്സിലായില്ല. തൻ്റെ മകളുടെ രോഗാവസ്ഥയാണോ അല്ലെങ്കിൽ തങ്ങൾ കൂട്ടാത്തത് കൊണ്ട് കൊണ്ടുപോകാത്തത് കൊണ്ടുള്ള പ്രതിഷേധമായിരിക്കാം എന്നൊക്കെയാണ് ഇവർ പറഞ്ഞത്. ഏതായാലും കുറച്ച് കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ചെറിയൊരു പന്തികേട് തോന്നി. അങ്ങനെ അമ്മ കുറേ ചോദ്യങ്ങൾ ചെയ്തപ്പോഴേ ഈ മണികണ്ഠൻ എന്ന് പറഞ്ഞിട്ടൊരു അവ്യക്തമായ ശബ്ദത്തിൽ ആ ഒരു ഷെഡ് ചൂണ്ടി കാണിച്ചു കൊടുക്കുകയാണ്. അതായത് ദൈവത്തിൻ്റെ കരങ്ങൾ എന്ന് പറയുന്നത് പോലെ ഇതുവരെ അങ്ങനെ ഒരു വാക്ക് ആ പെൺകുട്ടി മിണ്ടിയിട്ടില്ല. പക്ഷെ മണികണ്ഠൻ എന്ന് പറഞ്ഞിട്ട് അത് ചൂണ്ടിക്കാണിച്ചപ്പോഴേ ഇവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയാണ്. അങ്ങനെ കുട്ടിയെ കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴേ അവിടെ വെച്ചിട്ടാണ് അവിടെയുള്ള ഒരു ഗൈനക്കോളജിസ്റ്റ് പറയുന്നത് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന്. ഏതായാലും ഈ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ ഇത് ആരോടും പറയരുത്, പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നാണക്കേടാണ് എന്നൊക്കെ പറഞ്ഞ് ഇവർ ഈ കുട്ടിയും കൊണ്ട് നേരെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ് ഈ മണികണ്ഠനെ കൊലപ്പെടുത്തുന്നതിന് മുന്നേ തന്നെ എന്ന് പറഞ്ഞാൽ
പറഞ്ഞാൽ ഇയാൾ സഹോദരിയുടെ മകനെ വിളിച്ചു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സഹോദരിയുടെ മകൻ കുറച്ച് ധൈര്യമുള്ളവനാണ്, ഒരു 20-22 വയസ്സുണ്ട്. അവനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവൻ വാക്കത്തിയും കൊണ്ടാണ് വന്നത്. അവനാണ് ഇവനെ വെട്ടി കൊലപ്പെടുത്തുന്നത്. പക്ഷേ കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണികണ്ഠനുണ്ടായിരുന്നു, അതുപോലെ 15-കാരൻ മകനുണ്ടായിരുന്നു. ഇവരെല്ലാവരും കയ്യും കാലൊക്കെ പിടിച്ചു കൊടുത്തിരുന്നു. വെട്ടാൻ വേണ്ടി മാത്രം മുരുകന് ശക്തിയില്ല, അതുകൊണ്ട് തന്നെയാണ് ഇവനെയും വിളിച്ചത്. അങ്ങനെ അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനോട് പറഞ്ഞു, നിങ്ങൾ ആരും ഇനി ഇതിൽ ഇടപെടരുത്, ഈ കേസ് ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഈ മുരുകനാണ് വിളിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് പറയുന്നത്. അവർ ഈ മൃതദേഹം അവിടെ നിന്നും മാറ്റാനോ ഇല്ലെങ്കിൽ എന്ന് പറയുന്നത് കുഴിച്ചു മൂടാനോ അവൻ എവിടെയെങ്കിലും പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പവുമില്ല. പക്ഷെ ഇതൊന്നും പറയാതെ അവർ സ്വയം കുറ്റമേൽക്കുകയായിരുന്നു. ഏതായാലും 3 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു, ജയിലിലടക്കുകയും ചെയ്തു. അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണഗിരിയിൽ പോയിട്ടൊരു അന്വേഷണം നടത്തുകയാണ്. ആരാണ് മണികണ്ഠൻ? മണികണ്ഠൻ അവിടെ പറഞ്ഞതൊക്കെ ശരിയാണോ? മണികണ്ഠൻ അനാഥനാണോ എന്നുള്ള തരത്തിൽ ഈ മുരുകൻ്റെ കയ്യിൽ നിന്നും അവൻ്റെ സ്ഥലത്തിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ചോദിച്ച് ആ സ്ഥലത്ത് പോയിട്ട് അന്വേഷിച്ചപ്പോഴാണ് പോലീസിന് മനസ്സിലായത് മണികണ്ഠൻ എന്ന് പറയുന്ന 28 വയസ്സ്, അന്ന് 28 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അപ്പോൾ 28 വയസ്സുകാരൻ ഇവിടുന്ന് നാട് വിട്ടതല്ല, അവിടുന്ന് അടിച്ചോടിക്കുകയാണ് ചെയ്തത്. അതായത് ഇവന് അച്ഛനും അമ്മയും ആൾക്കാർ ആരുമില്ല. പക്ഷെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ പ്രധാന തൊഴിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒളിഞ്ഞു നോക്കുക, അതുപോലെ സ്ത്രീകളെ കയറി പിടിക്കുക. പിന്നീട് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ മദ്യപാനമുണ്ട്. പിന്നെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേശ്യാസ്ത്രീകളുടെ അടുത്ത് പോക്കുണ്ട്. അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ നാട്ടിൽ പൊറുതി മുട്ടിയ നിലയിലായിരുന്നു. അപ്പോഴാണ് അവിടെ നിന്നും എല്ലാവരും കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ ഇവനെ അടിച്ചോടിക്കുന്നത് എന്നുള്ളതാണ്. അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഇവനെ ആരും കണ്ടിട്ടുമില്ല. ഇവൻ എവിടെ പോയതാണ്, എന്തിനു പോയത് എന്നൊന്നും അറിയില്ല. പക്ഷേ ഈ കഥകളൊക്കെ കേട്ടപ്പോൾ നാട്ടുകാർക്ക് ഒരു ആശ്വാസമാണ് ഉണ്ടായത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അവൻ്റെ ശല്യം സഹിക്കേണ്ടല്ലോ, ഇല്ലെങ്കിൽ എപ്പോഴെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ഭയത്തോടു കൂടിയായിരുന്നു ഇവൻ്റെ അയൽവാസികളായ കുറച്ച് ആൾക്കാരൊക്കെ ജീവിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അതിന് മുന്നേ തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇങ്ങനെയുള്ള കുട്ടികളും ആൾക്കാരൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാകാം. പക്ഷേ അവരെയൊക്കെ എന്ന് പറഞ്ഞാൽ വളരെയധികം സൂക്ഷിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് സ്വന്തക്കാരെ പോലും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അതായത് ഒരാളെ പോലും വിശ്വസിക്കാൻ കഴിയില്ല. ഇവരൊക്കെ ഏത് സമയത്താണ് ഇവരുടെ തനി രൂപം പുറത്തെടുക്കുന്നത് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ പോലും വിശ്വസിക്കാതിരിക്കുക, എന്നിട്ട് അവർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. ഇതിലും വലുതാണ് വരാനുള്ളത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക്, ഒരു കമൻറ്റ്. ബൈ ബൈ.